അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഖാദി ബോർഡ് LDയുടെ പ്രിലിംസിന് ചോദിച്ച മാത്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? ഓപ്ഷൻ എ 160 മീറ്റർ, ഓപ്ഷൻ ബി 80 മീറ്റർ, ഓപ്ഷൻ സി 1500 മീറ്റർ, ഓപ്ഷൻ ഡി 100 മീറ്റർ. അപ്പോൾ ജിയോമെട്രിക് ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ചതുരാകൃതിയിലുള്ള ഒരു പുരയിടം, അതിൻ്റെ നീളം എത്രയാണ്? 50 മീറ്റർ. അപ്പം ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് ചുറ്റുമായി അതിൻ്റെ നീളം എന്താണ്? 50 മീറ്ററാണ് നീളം. വീതി എന്നിട്ടില്ല, നീളം 50 മീറ്ററാണ്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? അപ്പോൾ ഒരു പുരയിടമുണ്ട്, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചതുരാകൃതിയുള്ള ഒരു പുരയിടം, അതായത് ഒരു ചതുരാകൃതി നോക്കുക. അപ്പോൾ അതിൻ്റെ നീളം എത്രയാണ്? നീളം ഇവിടെ പറഞ്ഞിട്ടുള്ള 50 മീറ്ററാണ്. ലെങ്ത് എത്രയാണ്? 50 മീറ്ററാണ്. ആ പരപ്പളവ് എത്രയാണ്? അതായത് പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 1500 ചതുരശ്ര മീറ്ററാണ്. റൈറ്റ്, 1500 ചതുരശ്ര മീറ്റർ. അപ്പോൾ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു വേലി എങ്ങനെയാണ് കെട്ടുന്നത്? ഈ 4 സൈഡും ചുറ്റിക്കെട്ടും അല്ലേ? 4 സൈഡും ചുറ്റിക്കെട്ടും. അതായത് ഈ ചതുരത്തിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചതുരമുണ്ട്, അതിൻ്റെ നീളം തന്നിട്ടുണ്ട്, അതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചുറ്റളവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 നീളവും 2 വീതിയും കൂട്ടുന്നതായിരിക്കും ചുറ്റളവ്. റൈറ്റ്, അതായത് ചുറ്റുമുള്ള അളവ്. അതായത് ഈ 2 വീതി വരും, ഈ 2 നീളവും വരും. ഇവ അത്രയും കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും ചുറ്റളവ്. നമുക്കിവിടെ എന്തറിയാം? നീളം അറിയാം, ഏരിയ അറിയാം. അപ്പം ഏരിയ, ചതുരത്തിൻ്റെ ഏരിയയുള്ള ഫോർമുല എന്താണ്? അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല എന്താണ്? നീളം ഗുണം വീതി. നീളത്തെ വീതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വിസ്തീർണം. നമുക്കിവിടെ വിസ്തീർണം അറിയാം, എത്രയാണ്? 1500 ചതുരശ്ര മീറ്റർ. നീളം എത്രയാണ്? അതും തന്നിട്ടുണ്ട്, 50. അപ്പോൾ വീതിയാണ് കണ്ടുപിടിക്കുക, അതായത് ലെങ്ത് ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ ബി ഈക്വൽ എത്ര എഴുതാം? നമുക്കിവിടെ അച്ഛനെ ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ. 5 കൊണ്ട് 150 ക്യാൻസൽ ചെയ്യുമ്പോൾ 15ൽ 5 3 പ്രാവശ്യം 0 0 30. റൈറ്റ്, അതായത് നമുക്ക് ബ്രെഡ്ത്ത് എത്ര കിട്ടി? 30 കിട്ടി. അതായത് വീതി എന്ന് പറഞ്ഞാൽ 30 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ചതുരത്തിൻ്റെ നീളവും അറിയാം, വീതിയും അറിയാം. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കണം. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫോർമുലയായിട്ട് പറഞ്ഞാൽ, ചുറ്റളവ് ഈക്വൽ ടു 2 × L + B. അതായത് 2 നീളവും 2 വീതി തമ്മിൽ കൂട്ടുക. അപ്പോൾ 2 × L എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണല്ലേ? പ്ലസ് വീതി എന്ന് പറയുന്നത് 30. അപ്പോൾ 50 + 30 80. 80 × 2 160 മീറ്ററാണ് ആ വേലിയുടെ നീളം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളം തന്നിരുന്നു, വിസ്തീർണം തന്നിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അവയുടെ വീതി കണ്ടുപിടിച്ചു. നീളവും വീതി അറിയാമെങ്കിൽ നമ്മൾ ചുറ്റളവ് കണ്ടുപിടിച്ച് എത്രയാണ്? 2 × L + B. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റ് കൊണ്ട് അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? ഓപ്ഷൻ എ 65 കിലോമീറ്റർ, ഓപ്ഷൻ ബി 62.5 കിലോമീറ്റർ, ഓപ്ഷൻ സി 60.5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 61.5 കിലോമീറ്റർ. അപ്പോൾ ഈ സ്പീഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്? ഒരു കാർ, അതിൻ്റെ വേഗത എത്രയാണ്? 75 km/h. അതായത് 1 മണിക്കൂറിൽ ഈ കാറ് 75 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? 50 മിനിറ്റ് കൊണ്ട് ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കും? റൈറ്റ്. അപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്?
ഒരു കാറിൻ്റെ വേഗത 75 km/h തന്നിട്ടുണ്ട് എങ്കിൽ അത് 50 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? വളരെ സിമ്പിളായിട്ട് പിടിക്കാം. എന്താണ് തന്നിട്ടുള്ളത്? 75 കിലോമീറ്റർ ദൂരം എത്ര സമയം കൊണ്ടാണ്? 1 മണിക്കൂർ. 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. 60 മിനിറ്റ് എങ്കിൽ 50 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 50 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ എന്നുള്ളതിന് എക്സാമ്പിൾ കൊടുത്തു. ഇനി ഒരു സിമ്പിൾ ഫെയിം കിട്ടുന്നതാണ് ആൻസർ. റൈറ്റ്? 75 കിലോമീറ്റർ 60 മിനിറ്റ് കൊണ്ട് എങ്കിൽ എക്സ് കിലോമീറ്റർ 50 മിനിറ്റ് കൊണ്ട്. ഇനി ഒരു സിമ്പിൾ ഫെയിം എന്ത് കിട്ടും? 75 × 50 ഡിവൈഡഡ് ബൈ 60. സിമ്പിൾ ചെയ്യുമ്പോൾ 10 കൊണ്ട് ചെയ്യുമ്പോൾ 50-ൽ 10 5 പ്രാവശ്യം, 60-ൽ 10 6 പ്രാവശ്യം. ഓക്കെ, ഇനി ഇതിനെ സിമ്പിളിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ 75 × 5 എത്രയാണ്? നമുക്ക് ചെയ്ത് നോക്കാം. 375 ഡിവൈഡഡ് ബൈ 6. റൈറ്റ്? 6 36, റിമൈനിങ് 1 15, 2 12, റിമൈനിങ് 3.0, 30-ൽ 6 5 പ്രാവശ്യം, 30 ക്യാൻസൽ, 62.5. അപ്പോൾ ആൻസർ പറയുന്നത് 62.5. അതായത് 62.5 കിലോമീറ്റർ ദൂരം ഇത് 50 മിനിറ്റ് സഞ്ചരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആണ് ആൻസർ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് തന്നിരുന്നത്? അതിൻ്റെ വേഗത തന്നിരുന്നു. അതായത് 75 കിലോമീറ്റർ 1 മണിക്കൂർ സഞ്ചരിക്കും. നമ്മളെങ്ങനെ എഴുതി? 75 കിലോമീറ്റർ 1 മണിക്കൂർ എന്നുള്ളത് 60 മിനിറ്റായി. കാരണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മിനിറ്റിലാണ്. അതുകൊണ്ട് ഇതിനെ മിനിറ്റിലാക്കി. അപ്പോൾ 75 കിലോമീറ്റർ 60 മിനിറ്റ് ഉണ്ടെങ്കിൽ എക്സ് കിലോമീറ്റർ 50 മിനിറ്റ് ഉണ്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 62.5 കിലോമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? ഓപ്ഷൻ എ 1515, ഓപ്ഷൻ ബി 1625, ഓപ്ഷൻ സി 1550, ഓപ്ഷൻ ഡി 1725. ഓക്കെ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ലോസ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ സോനു എന്നുള്ളൊരു കുട്ടിയാണെങ്കിൽ ഒരു സൈക്കിൾ 1500 രൂപ വാങ്ങി. പിന്നെ അത് 15% ലാഭത്തിൽ ഹരിക്ക് വിൽക്കുന്നു. 15% ലാഭത്തിന്, അതായത് 1500 കൂടുതലായിരിക്കും എന്തായാലും. റൈറ്റ്? അപ്പോൾ 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 15% ലാഭത്തിൽ വിൽക്കുന്നു എങ്കിൽ വിറ്റ വില എത്ര? വളരെ സിമ്പിളാണ്. അപ്പം സോനു വാങ്ങി എത്ര രൂപയ്ക്കാണ്? 1500 രൂപയ്ക്ക്. റൈറ്റ്? ഇത് എത്ര ശതമാനം പ്രോഫിറ്റ് വിറ്റു? 15% പ്രോഫിറ്റിലാണ് വിറ്റത്. അതായത് ഇതിനേക്കാളും ഈ 1500-ൻ്റെ 15% കൂടുതൽ വിറ്റു. 15% രൂപ കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. 1500-ൻ്റെ 10% എത്രയാണ്? 1500-ൻ്റെ 10 എന്ന് പറയുന്നത് എത്രയാണ്? 150 ആയിരിക്കും. ഒരു പോയിൻറ്റ് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പം 150. 5% എത്രയാണ്? ഇതിൻ്റെ പകുതിയായിരിക്കും. 150-ൻ്റെ പകുതി എത്രയാണ്? 75. അപ്പോൾ ഇതാണ് 15%. 1500-ൻ്റെ 15% ലാഭത്തിൽ. അപ്പോൾ ഇത്രയും കൂട്ടിയാൽ മതിയല്ലോ. 5 7 5 12, 1 ശിഷ്ടം 5 1 6 1 7 1 1725. ഓക്കെ, സോനു 1500 രൂപയ്ക്ക് വാങ്ങിയൊരു സൈക്കിൾ 15% പ്രോഫിറ്റിൽ വിറ്റു. 15% 10% 150, 5% 75. അപ്പം 15%. ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ 1725. അതായത് സോനു ആ സൈക്കിൾ വിറ്റ വില എന്ന് പറയുന്നത് 1725 രൂപയ്ക്കാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A/B = 2:5, B/C = 4:3 ആയാൽ A/B/C എത്രയാണ്? ഓപ്ഷൻ എ 7:9:5, ബി 8:20:15, ഓപ്ഷൻ സി 10:8:15, ഓപ്ഷൻ ഡി 7:10:9. ഓക്കെ, അപ്പോൾ ഇതിൽ 2 അംശം തന്നിട്ടുണ്ട്. A/Bയും തന്നിട്ടുണ്ട്, B/Cയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? A/B/C ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡലിൽ ധാരാളം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പം
എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? A:B തന്നിട്ടുണ്ട്. എത്രയാണ്? 2:5. റൈറ്റ്. അടുത്ത നല്ലതുള്ളത് B:C തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 4:3. റൈറ്റ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏതൊക്കെ ടേമാണുള്ളത്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. റൈറ്റ്. 3 ടേമുണ്ട്. അപ്പം എയുടെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 2. നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 2 ആണ് എക്ക് കറസ്പോണ്ടിങ്, ബിക്കാണെങ്കിൽ 5 ആണ്. റൈറ്റ്. അതുപോലെ B:C. ബിക്ക് കറസ്പോണ്ടിങ് 4ഉം സിക്ക് കറസ്പോണ്ടിങ് 3ഉം. ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2ഉം 4ഉം നമ്മൾ മൾട്ടിപ്ലൈ എത്രയാണ്? 8. 5ഉം 4ഉം നമ്മൾ മൾട്ടിപ്ലൈ എത്രയാണ്? 20. 5ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ എത്രയാണ്? 15. റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുക. ഇത് ഓപ്ഷൻ ഉണ്ടാകും നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ 8:20:15 തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി. അപ്പോൾ ആൻസർ ഉണ്ട് 8:20:15. ഓക്കെ.